കൊല്ലത്തെ പാലങ്ങളും റോഡുകളും ബഹുനില കെട്ടിടങ്ങളും ടൗൺഷിപ്പുകളും കണ്ണഞ്ചിപ്പിക്കും. കഴിഞ്ഞ 9 വർഷത്തെ അടിസ്ഥാന സൗകര്യ രംഗത്തെ വികസനം കൊല്ലം ജില്ലയെ വികസിത രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി കിടപിടിക്കുന്നതാക്കി. ഇതൊക്കെ ബോധ്യപ്പെടാൻ കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പൊതുമരാമത്ത് പവലിയനിൽ എത്തണം. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മുടെ കേരളത്തിലെ വികസനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കേരള പവലിയനിലെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അതായത് അടിസ്ഥാന വികസനം അത് വെറുതെ നടക്കുന്നതല്ല. ഓരോന്നിൻ്റെയും നമുക്ക് ഇരുവിപുരം ROB 20.55 കോടി, പേരയം കുമ്പളം റോഡ് 7.15 ലക്ഷം, അതേപോലെ തന്നെ മാളിയേക്കൽ മേൽപ്പാലം 26 കോടി, ഫാത്തിമ പാലം 15 കോടി, ആയൂർ അഞ്ചൽ 81 കോടി, കുന്നിക്കോട് 4 കോടി, പെരുമൺ പാലം 45 കോടി. ഇങ്ങനെ കോടികളുടെ കണക്ക്, അമ്പരപ്പിക്കുന്ന കണക്ക്. മാത്രമല്ല നമ്മുടെ ഇവിടെ ഈ മേവറം, കാവനാട്, നമ്മുടെ ഈ കൊല്ലം ടൗണിൻ്റെ വികസനത്തിന് കൂടിയാണ്. അവിടെ വാഹന ഗതാഗതം സുഗമമായി പോകുന്നതിന് വീതി കൂട്ടൽ പ്രക്രിയ ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്ന തീരദേശ പാതയുടെ മിനിയേച്ചറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളം റോഡുകളിലൂടെ സഞ്ചരിക്കുന്നതും ഇപ്പോൾ സഞ്ചരിക്കുന്നതും ഈ ദേശീയപാത ഇപ്പം ഓപ്പണായി കഴിഞ്ഞാൽ ഒരു ഗൾഫ് രാജ്യങ്ങളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഗതാഗതം, അതേപോലെ തന്നെ തീരദേശ ഹൈവേ, അതുപോലെ മലയോര ഹൈവേ, ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ, വിശേഷിച്ച് കേരളത്തിലാണോ നമ്മൾ ജീവിക്കുന്നുള്ള തോന്നൽ വരികയാണ്. അത്രയ്ക്ക് കണ്ണഞ്ചിക്കുന്ന വികസനം ഏത് മേഖലയിലായാലും. ഇവിടെ നമ്മുടെ മലയോര ഹൈവേയുടെ മിനിയേച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ദാണ്ടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായി 5748 കോടി രൂപയാണ് കേരള സർക്കാർ ചെലവഴിച്ചു എന്നുള്ളത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേൽപ്പാലങ്ങളുടെ മാതൃക ഇവിടെയുണ്ട്. അതേപോലെ ദാണ്ടെ ഇവിടെ PSCയുടെ നമ്മുടെ കെട്ടിടം, റീജിയണൽ ഓഫീസ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ മാതൃകാ കെട്ടിടമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ പതാകരം പാലം, ഇത് നമുക്ക് ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഒരു ഡബിൾ ഡക്കർ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇരുനിലകളുള്ള പാലം എന്ന് പറയുന്ന ഒരു പുതിയ പേര് കൂടി സംഭവിച്ചാണ് ആലപ്പുഴ ജില്ലയിൽ. ഇത് നിരവധി റിപ്പോർട്ടുകൾ കൈരളി ന്യൂസ് തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ കൊല്ലം നഗരത്തിൽ, കൊല്ലം ജില്ലയുടെ അഭിമാനം എന്ന് പറയാവുന്ന കോർട്ട് കോംപ്ലക്സ്, ആ കോർട്ട് കോംപ്ലക്സ് കോടതി സമുച്ചയത്തിന് മാത്രം 78 കോടി രൂപയാണ് പൊതുമരാമത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. നമ്മുടെ എൻ്റെ കേരളം പവലിയൻ വന്നാൽ ഇതെല്ലാം നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വെറും തള്ളല്ല. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.